12,000 ബിസ്മി എന്താണ് യഥാർത്ഥത്തിൽ 12,000 ബിസ്മി എന്നുള്ളത്? ഒരുപാട് ആളുകൾ ഏത് വിഷയത്തിലുള്ള വീഡിയോസ് ഇട്ടാലും അതിന് താഴെ എഴുതി ചോദിക്കുന്നു, 12,000 ബിസ്മി ചൊല്ലട്ടെ, എന്താണ് ഉസ്താദ് 12,000 ബിസ്മി എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ എഴുതി ചോദിക്കുന്നു. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഏറ്റവും നല്ലത് ആ വീഡിയോ കാണലാണ്. ആ വീഡിയോ അതിൻ്റെ തമ്പനയിൽ ആ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ ഈ ചാനലിൻ്റെ താഴെ പോയി നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു തമ്പനയിലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ആ വീഡിയോയിലാണ് 12,000 ബിസ്മിയുടെ ഒരു അമല് നമ്മൾ പറയുന്നത്. ആ അമല് കൊണ്ടുള്ളൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ ഞാൻ ആ പറഞ്ഞ അന്നു മുതൽ ഈ അമല് ചെയ്തപ്പോൾ അവർക്കൊക്കെ അവരെന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത് ആ ഉദ്ദേശം അവർക്ക് പൂർത്തീകരിച്ച് കിട്ടി എന്നുള്ളതാണ് ഈ 12,000 ബിസ്മിയുടെ നേട്ടം. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസ് എടുത്തു നോക്കിയാൽ അതിൻ്റെ താഴേക്ക് ഉസ്താദ് ഞാൻ 12,000 ബിസ്മി ചൊല്ലിയതിൻ്റെ ശേഷം എനിക്കൊരുപാട് മുറാദുകൾ ഹാസിലായി, അതേപോലെ തന്നെ എൻ്റെ മകൻ്റെ ജോലി ശരിയായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ പ്രമോഷൻ ലഭിച്ചു, ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മോളുടെ വിവാഹം ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആളുകളാണെന്നറിയാം ഓരോ ദിവസവും അറിയിക്കുന്നത്. അപ്പം ഞാനത് ചെയ്യേണ്ട ഒരു കൃത്യമായ രൂപം അതിൽ പറയുന്നുണ്ട്. അത് ഈ വീഡിയോയിലും കൂടെ പറഞ്ഞാൽ ഒരു ആവർത്തന വിരസതയാകും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നിങ്ങൾ ഇതിൽ ഈ ചാനലിൽ പോയി നോക്കിയാൽ ഇപ്പോൾ കാണിച്ച ആ ഒരു രൂപത്തിലുള്ള ആ വീഡിയോ ഉണ്ടാവും. ഞാനിതിൻ്റെ കമൻറ്റിൽ ഞാനത് വെക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക്. അത് ഓപ്പൺ ആക്കാൻ പറ്റുമെന്നറിയില്ല, ഏതൊരു വീഡിയോക്ക് താഴെ ലിങ്ക് വെച്ചിട്ട് ഓപ്പൺ ആക്കാൻ പറ്റാത്തതിന് ഒരുപാട് ആളുകൾ ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇത്രയും ആ വീഡിയോ ഏതാണെന്നുള്ള കൃത്യമായി പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ഓരോ ദിവസം കൂടുന്തോറും ഈ അമല് ചെയ്തിട്ട് അവരവർക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ച് അവരവരെ ആഗ്രഹങ്ങൾ സാധിച്ചതിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇത്തരം വിഷയങ്ങൾ സാധിച്ചു കിട്ടി എന്ന് പറയുന്ന വിഷയങ്ങളിൽ അത് 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അമല് ചെയ്ത് കിട്ടിയ വലിയ നേട്ടങ്ങളാണ്. ഒരുപാട് ആളുകൾ നമ്മോട് പറഞ്ഞു, ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദുമായി ബന്ധപ്പെട്ട അമല് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ അമല് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അമലുകളുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മോട് പറഞ്ഞ വിഷയം, അത് ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെ നമ്മോട് സന്തോഷം പറഞ്ഞ ഒരു അമലാണ് 12,000 ബിസ്മിയുടെ അമല്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞു കാണാം. മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 12 അൽഫ മറ, ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 പ്രാവശ്യം ചൊല്ലുക. ആ 12,000 പ്രാവശ്യം ചൊല്ലുന്ന സമയത്ത് തന്നെ ഓരോ 1000-ന് ശേഷവും ഓരോ 1000 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അത് കഴിഞ്ഞ് വയസ്അലുല്ലാഹ ഹാജതഹു, അതിനുശേഷം അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിന് അവൻ ചോദിക്കാം. സുമ്മ യഊദു ഇലൽ ഖിറാഅ, എന്നിട്ട് അവന് 12,000 ചൊല്ലണമല്ലോ, 1,000 കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി രണ്ടാമത്തെ 1000-ലേക്ക് പ്രവേശിക്കാം. ഇങ്ങനെ അവന് ഈ 12,000 എന്ന അദദ് ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ, ഈ 12,000 എന്ന അമൽ ഈ കണക്ക് പൂർത്തിയാകുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ ഖുളിയത ഹാജതുഹു, അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവന് ഞാനത് ചോദിക്കുന്നവരോട് പറയാറുള്ളത്, ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലോ ചെയ്ത് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 1000 തവണ ചൊല്ലുക. 1000 തവണ ചൊല്ലിയതിൻ്റെ ശേഷം ഒരു സ്വലാത്ത് ചൊല്ലുക. അതിൽ ഏറ്റവും നല്ലത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്താണ്. അത് പറ്റുന്നില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വലാത്തും ചൊല്ലുക. ഒരു സ്വലാത്ത് ചൊല്ലുക 1000 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം. എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അവൻ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത് ആ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പോൾ വീടുണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹുവെ എനിക്ക് നല്ലൊരു വീട് അനുയോജ്യമായ രൂപത്തിൽ, എനിക്ക് സ്ഥലമില്ല തരണേ എന്ന് പറഞ്ഞ് ചോദിക്കാം. എൻ്റെ മോളുടെ വിവാഹം അത് ശരിയാവാതെ
ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി, ഒരുപാട് കാലമായി, എൻ്റെ മോളുടെ വിവാഹം ശരിയാക്കി തരണേ എന്ന് പറയാം. എന്താണ് ആവശ്യം? എന്താവശ്യം റബ്ബിനോട് ചോദിക്കാം. രോഗം മാറാനാണെങ്കിൽ ആ നീയത്ത് വെക്കാം, മകൻ്റെ ജോലി റെഡിയാവാനാണെങ്കിൽ അത് വെക്കാം. ഒരുപാട് കാലമായിട്ട് നല്ലൊരു ജോലിയില്ല, ഉള്ള ജോലിയിൽ ശമ്പളം കിട്ടുന്നില്ല, ഇങ്ങനത്തെ പ്രയാസമാണെങ്കിൽ അത് റബ്ബിനോട് പറയാം. ഇതൊക്കെ എപ്പോഴാണ് പറയേണ്ടത്? 1000 തവണ ചൊല്ലിയതിനു ശേഷം, സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം വീണ്ടും പറയാം. ഇത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നാണ് പലരും എഴുതി ചോദിക്കുന്നത്. ഇല്ല, ആവശ്യമില്ല. 12,000 എണ്ണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്, ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കേണ്ടതില്ല. പിന്നെ പല ആളുകളും ഇതിൽ നമുക്കുണ്ടായൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ അവർക്ക് വിശ്വാസം അങ്ങനെയാണല്ലോ, അവരുടെ ഒരാഗ്രഹം അതുകൊണ്ട് സഫലീകരിച്ച് കഴിഞ്ഞു 12,000 ചൊല്ലുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ. അപ്പോൾ വീണ്ടും അവർ എന്ത് ചെയ്യുന്നു? അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ 12 പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരാഗ്രഹത്തിന് വേണ്ടി ചൊല്ലുന്നു. അങ്ങനെയും എന്നോട് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷയത്തിൽ, ഇത്തരം ഈ ഒരു അമലുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അവർ ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഓരോരുത്തർ കമന്റ് എഴുതുന്നത് നിങ്ങൾ നോക്കിക്കോ. അവർക്ക് ഈ അമല് ചെയ്തതിന്റെ പേരിൽ ഫലം കിട്ടിയത് കൊണ്ട് ചെയ്യുന്നതാണ്, അവര് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അമല് നല്ല ഫലമുള്ള ഒരു അമലാണ്, ആർക്കും എപ്പോഴും ചെയ്തു തുടങ്ങാവുന്നതാണ്. അത് കൂടുതൽ ഫലം ലഭിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിത്തുടങ്ങുക. അതിന് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേക ഇജാസത്ത് അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫോൺ കോളുകൾ വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോരുത്തർക്കും വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മറുപടി കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ കുറേ ഫോൺ കോളുകൾ വരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. 400-ഓളം ഫോൺ കോളുകൾ വരുമ്പോൾ എടുക്കാൻ സാധിക്കൂലല്ലോ. അപ്പോൾ എല്ലാവരും അത് ചൊല്ലി തുടങ്ങിക്കോളി. നിങ്ങൾക്ക് ചൊല്ലാനുള്ള അനുവാദവും സമ്മതവും ഇജാസത്തൊക്കെ നൽകുകയാണ്. നിങ്ങളെല്ലാവരും അത് ചൊല്ലി തുടങ്ങിക്കോളി. വെള്ളിയാഴ്ച രാവിലെ ചൊല്ലി തുടങ്ങുക, നല്ല നീയത്തോടു കൂടെ ചൊല്ലി തുടങ്ങുക. ഇൻഷാ അല്ലാഹ് 12,000 പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതിലിനി കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത്. 12,000 ചൊല്ലി തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ ഒരൊറ്റ ഇരുത്തത്തിലല്ലല്ലോ ചൊല്ലുന്നത്. അപ്പോൾ എന്തായാലും സംസാരം ഉണ്ടാവും. നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് മാക്സിമം സംസാരങ്ങൾ ഒഴിവാക്കുക. അപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അത്യാവശ്യമായി നമുക്ക് സംസാരിക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അത്യാവശ്യ സംസാരങ്ങൾ അനാവശ്യമായി സംസാരിക്കാതിരിക്കുക, ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ അത് കൂടുതൽ ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ അമല് ഒരുപാട് ആളുകൾക്ക് ഇത് ഏത് വീഡിയോ ആണെന്ന് അറിയുന്നില്ല. അപ്പോൾ വീഡിയോ ഏതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ചൊല്ലേണ്ട രൂപം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിലെന്താ സംശയങ്ങളുള്ളത്? ഇനി അതിൽ പ്രധാനമായിട്ട് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നല്ല അക്ഷരശുദ്ധിയോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വ്യക്തമായിട്ട് തന്നെ 12,000 തവണ ചൊല്ലിയാൽ മഹാന്മാരൊക്കെ നേടിയെടുത്തതുപോലെ, ഇപ്പോൾ ഇത് ഈ അമല് ചെയ്ത ആളുകൾക്കൊക്കെ സാധിച്ചെടുത്തതുപോലെ നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത ആളുകൾക്ക് കിട്ടിയ റിസൾട്ടൊക്കെ അവർ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അടിയിൽ എഴുതി അറിയിച്ചാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ഫത്ഹ് നൽകട്ടെ. സിഹറുമായി, ഐനുമായി, കണ്ണീറുമായി, സിഹറുമായി, കൈവിഷവുമായി, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ ശാരീരികവും മാനസികവുമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അതിന് ഓരോരുത്തർക്കും ഉള്ള റീപ്ലൈകളൊക്കെ കഴിവിൻ്റെ പരമാവധി സമയത്തിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആജിലായ ശിഫ നൽകട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു വലിയ സലാമത്ത് നൽകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിച്ച് ഹസനാത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.